ഇന്ന് നമ്മളൊരു അടിപൊളി രസമാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. അപ്പോൾ നമ്മൾ പരിപ്പ് ചേർത്തിട്ടില്ല, പരിപ്പ് രസമാണ് തയ്യാറാക്കുന്നത്. പൊതുവേ നമ്മൾ രസത്തിൽ പരിപ്പ് ചേർക്കാറില്ല, പക്ഷേ പരിപ്പ് ചേർത്ത് ഉണ്ടാക്കുന്ന ഈ രസത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ പരിപ്പ് വേണം. സാമ്പാറിനൊക്കെ എടുക്കുന്ന തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്തിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ സാമ്പാറിനൊക്കെ പരിപ്പ് വേവിക്കുമല്ലോ, ആ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെന്ത പരിപ്പ് എടുത്ത് വെച്ചാലും മതി. നമുക്ക് ഈ രസം തയ്യാറാക്കാം. അതല്ലെങ്കിൽ ഈ കാണിക്കുന്ന പോലെ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കുക. നമുക്കിത് പ്രഷർ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് ഒരു പാത്രത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ മല്ലി വേണം. മല്ലി ഇല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്താലും മതി. 1 ടീസ്പൂൺ ജീരകം വേണം, ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക് വേണം. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി വേണം, കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചതച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ മല്ലി, ജീരകം, കുരുമുളക്, വറ്റൽമുളക് ഇത്രയും കൂടി നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അതിന് ശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്ന് ചതച്ചെടുത്താൽ മതി. ആ പരുവത്തിൽ വേണം നമ്മളത് ചതച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് പുളി വേണം, വാളംപുളി. ഇത്രയാണ് പുളി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പുളി നമ്മൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ രസത്തിന് പുളി ഒരുപാട് വേണ്ടി വരില്ല, കുറച്ച് മതിയാവും. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി വേണം. 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളി മതിയാവും. ഈ തക്കാളിയും കൂടി നമുക്ക് ഒന്നെങ്കിൽ കൈവച്ചൊന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം കൈവച്ച് നല്ലതുപോലെ ഒന്ന് ഞരടി എടുക്കാൻ പോവാണ്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് പോലെ ആക്കിയാലും മതി, പക്ഷേ നമ്മളിത് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ഞരടി എടുക്കുമ്പോൾ കൂടുതലും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഇത് കൈവച്ച് ഞരടി എടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയും നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും റെഡിയായി. ഇനി നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ രസത്തിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ പാനിനെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രാവശ്യം സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ടൊന്ന് സ്ക്രബ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ നോൺ സ്റ്റിക്ക് കോട്ടിങ് മുഴുവനും ഇതേപോലെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മല്ലി മുളകിൻ്റെയൊക്കെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ എത്ര മൂപ്പിക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പച്ചക്കല്ലേ നമ്മൾ അരച്ചത്, അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഇത് മൂപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുങ്കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളിയുടെയും പുളിയുടെയും കൂട്ടും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം കുറച്ചും കൂടി വേണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ നമുക്കത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക, പാകത്തിനുണ്ടോ ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർക്കുമ്പോൾ ആ പരിപ്പ് വെന്ത വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളം നമ്മൾ രസത്തിലോട്ട് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം.
പിന്നെ നമ്മൾ പരിപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒട്ടും തന്നെ കൂടിപ്പോകരുത്. 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. പരിപ്പ് ഒരുപാട് നമ്മൾ ചേർത്താലും ഈ രസത്തിന് അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാത്രം മതിയാവും. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് തിളയ്ക്കണം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ രസം റെഡിയാണ്. നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. ഇത് നമ്മൾ രസം റെഡിയായ ഉടനെ തന്നെ നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ രസം കഴിക്കുമ്പോഴായിരിക്കും കൂടുതലും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ പരിപ്പ് രസം എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും രസം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്